മര്യാദക്കല്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടുമെന്ന് രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിച്ച് സുപ്രീം കോടതി. ഇതുപോലെ ഇന്ത്യയിലെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഗവർണർക്കും ഉൾപ്പെടെ എല്ലാവർക്കും രാഹുൽ ഗാന്ധിയെ നന്നാക്കാനേ നേരുള്ളൂ. എന്നാൽ രാഹുൽ ആവട്ടെ നന്നാവുന്ന ലക്ഷണവുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴും കുട്ടിക്കളി മാറിയിട്ടില്ലാത്ത ഒരാളെ പിടിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുത്തിയിരിക്കുന്ന കോൺഗ്രസുകാരെ പറഞ്ഞാൽ മതിയല്ലോ. താൻ എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും രാഹുലിന് യാതൊരു നിശ്ചയവുമില്ല. സഭയിൽ ചെന്നിരുന്ന് കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങളൊക്കെ തന്നെ പൊതുജനം കാണുന്നതാണല്ലോ. ഇങ്ങനെ ഒരാൾ തലപ്പത്തിരിക്കുന്ന കോൺഗ്രസുകാരുടെ അവസ്ഥ പിന്നെ പറയേണ്ട. അല്ലെങ്കിൽ തന്നെ കോൺഗ്രസുകാർക്ക് തമ്മിൽ തല്ലൊഴിഞ്ഞിട്ട് നേരമില്ല. ഈ കോൺഗ്രസുകാരാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയും PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി തീരുമാനിച്ച് ആലോചിച്ചിട്ട് തീരുമാനം മാധ്യമങ്ങളോട് പറയാം എന്നൊക്കെ പറയുന്നത്. രാഹുലിനെ തന്നെ അടിയൊഴിഞ്ഞിട്ട് നേരമില്ല. വലതു കവിളിൽ അടിക്കുമ്പോൾ ഇടതു കവിൾ കൂടി കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് രാഹുലിന്റെ കാര്യം. സഭയിൽ ചെന്നിരുന്ന് സഹോദരി സ്നേഹം കാണിച്ചതിന് അവിടെ നിന്ന് തെറിവിളി കേട്ട് പുറത്തേക്ക് ചാടിയതാണ്. വഖഫ് ബിൽ പാസാക്കിയപ്പോൾ മൗനവ്രതം അനുഷ്ഠിച്ച് പിന്നെയും കേട്ടു തെറിവിളി. അതൊക്കെ കഴിഞ്ഞ് ഹെറാൾഡ് കേസിൽ പ്രതിചേർക്കപ്പെട്ടു. ഇതിനിടയിലാണ് ഗാന്ധിജിയെ പറ്റി ലോകത്താരും പറയാത്ത ഒരു പരാമർശം പറഞ്ഞ് പിന്നെയും വിവാദങ്ങളുടെ പിറകെ രാഹുലിന്റെ ജൈത്രയാത്ര തുടങ്ങിയത്. അഴിമതി കേസിൽ ഇനി അകത്തു പോകാൻ ഒക്കെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഈ സുപ്രീം കോടതി പരാമർശവും വിമർശനവും ഒക്കെ കേട്ട് ശീലിക്കുന്നത് നന്നായിരിക്കും. സവർക്കറെ അപകീർത്തി പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നും അദ്ദേഹത്തെ അപമാനിക്കരുതെന്നും പറഞ്ഞ കോടതി ഇനി രാഹുൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ സ്വമേധയാ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. ജസ്റ്റിസ് ദീപാങ്കൽ ദത്ത, മൻമോഹൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് വാക്കാൽ പരാമർശം. രൂക്ഷമായ ഭാഷയിലാണ് കോടതി രാഹുലിനെ വിമർശിച്ചത്. മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി അടക്കം സവർക്കറെ പ്രശംസിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നിരുത്തരവാദിത്വപരമായ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും കോടതി പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കരുത് എന്നും ഇനി ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായാൽ സ്വമേധയാ കേസെടുക്കുമെന്നും കോടതി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ലക്നൗ കോടതിയിലെ അപകീർത്തി കേസ് സ്റ്റേ ചെയ്തുകൊണ്ടും കൂടിയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു രാഹുൽ സവർക്കറെ വിമർശിച്ച് രംഗത്ത് വന്നത്. സവർക്കർ ബ്രിട്ടീഷുകാരുടെ വേലക്കാരനാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മഹാത്മാഗാന്ധി ആരാണെന്നോ അദ്ദേഹം എങ്ങനെ മരിച്ചുവെന്നോ അദ്ദേഹത്തിന്റെ ചരിത്രമോ പോലും രാഹുൽ ഗാന്ധിക്ക് പിടിയില്ല. വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് രാഹുൽ ഗാന്ധി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗാന്ധിജിയെ പോലും അറിയാത്ത ഒരാൾക്ക് സവർക്കറെ അറിയില്ല എന്ന് പറയുന്നതിൽ വലിയ തെറ്റുമില്ല. ഇവരെയൊക്കെ പൊതുജനം സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു സങ്കടം. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ.